ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് ആദ്യം തന്നെ വേഗം പറയാം, കാരണം സമയം വളരെ കുറച്ചുള്ളൂ. ഫസ്റ്റ് തന്നെ മസാല ബോണ്ടിയാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോണത്. പിന്നെ സെക്കൻഡ് വൺ ഒരു സോസേജ് റോൾ. ഇത് രണ്ടാമത്തെ നോമ്പിനൊന്നും ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെയാണ് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. പിന്നെ ഡിന്നറിന് ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് ഫസ്റ്റ് സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ലാസ്റ്റ് ഡിന്നറിനുള്ളത് നോക്കാം. പിന്നെ ജ്യൂസും കാര്യങ്ങളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ടൈം വളരെ കുറവാണ്. സോ സ്റ്റേ ട്യൂൺഡ്, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് ആദ്യം തന്നെ ബോണ്ടക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും വലിയ ജീരകം ഇട്ട് കൊടുത്ത് ഒരു 6 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് വേണ്ടത് നീളത്തിൽ കട്ട് ചെയ്ത സവാളയൊക്കെ ഒന്ന് നേരിയതായിട്ട് വാടി വരുമ്പോഴത്തേക്കും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായ കറിവേപ്പില. ഞാൻ ഇവിടെ ഒരു സവാള എടുത്തേക്കണത് 5 ബോണ്ട, ഒരു 6 ബോണ്ട ആ ഒരു ക്വാണ്ടിറ്റിയിലാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണമെങ്കിൽ മാത്രം ഇട്ട് അതിന് ഒരു കളർ ചേഞ്ചിന് മാത്രം മുളക് പൊടി ഇട്ടുന്നുള്ളൂ. ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതെല്ലാം കൂടെ നന്നായി വാടി വരുമ്പോഴത്തേക്കും അത് നമുക്ക് മൂടി വെക്കാം. പിന്നെ ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നന്നായിട്ട് ഇതേപോലെ കയ്യിൽ കൊണ്ടിട്ട് നന്നായി സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങാർന്ന് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ബോണ്ടയുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചിട്ട് എടുക്കണം. എന്നിട്ട് ബോളാക്കിയിട്ട്, ഞാനപ്പോൾ ബോണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് വലിയ സൈസ് ആയിരിക്കുമല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് വലിയ ബോളായിട്ട് ഈ ഒരു പരുവായിട്ടുള്ള ബോളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ നല്ലൊരു വലിയ ഷേപ്പിലുള്ള ബോളാക്കിയിട്ട് എടുക്കാം. സോ അപ്പോൾ നമ്മൾ ഇനി ബോണ്ട ലാസ്റ്റേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ അടുത്തത് സോസേജ് റോളിനുള്ളതാണ്. ഞാൻ 2 സോസേജ് എടുത്തേക്കാം. അപ്പോൾ നമുക്ക് 4 റോള് കിട്ടും. പിന്നെ കത്തി വെച്ച് ഇതേപോലെ ഒന്ന് വര ഇട്ടിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പൗഡേഴ്സ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് മുളക് പൊടി, പിന്നെ വേണമെങ്കിൽ വിനീഗറും കൂടെ ഇത്തിരി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് തേച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിക്കോളും. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അതിനുള്ളിൽ തന്നെ പെട്ടെന്ന് ഫ്രൈ ആയിക്കോളും. എല്ലാം നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ടിട്ടാണ് ഇവിടെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഇവിടെ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതി നമുക്ക്. വേറെ മസാലയും കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല റോളിന്. വെറുതെ ഈ സോസേജ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് ബോണ്ട ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ അതിന് വേണ്ടി 4 സ്പൂൺ കടലപ്പൊടി, 1 സ്പൂൺ മൈദപ്പൊടി, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്താൽ ക്രിസ്പിനെസ് കുറച്ച് കൂടുതലായിരിക്കും. 1/4 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഈ നമ്മൾ ആഡ് ചെയ്ത പൗഡേഴ്സ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ച് നമുക്ക് ഈ ബാറ്റർ പ്രിപ്പയർ ചെയ്യണം. പക്ഷേ ഈ ബാറ്റർ നല്ല ടൈറ്റ് ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ലാസ്റ്റ് ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ മസാല ഉണ്ടല്ലോ, അത് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബാറ്റർ നോക്കിക്കുക, ഇത്രയും കട്ടിയിലാണ് ചെയ്തേക്കണം. അപ്പോഴേ അതിൻ്റെ ആ ഒരു കോട്ടിങ് നന്നായിട്ട് വരുള്ളൂ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും. സോ നമ്മുടെ ബോണ്ട ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം കുറച്ച് സൈസിൽ തന്നെയായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിക്കുമ്പോഴാണല്ലോ ബോണ്ട കുറച്ച് നല്ലത്. പിന്നെ ഇത് നമ്മുടെ സോസേജ് റോളിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രെഡ് ഞാൻ എടുത്ത് ആവി ഏറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേണം നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ. അപ്പോഴേ ആ ഒരു നമ്മൾ വിചാരിക്കണ രീതിയിൽ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ സോസേജ് ഫ്രൈ ചെയ്ത സോസേജും വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ട്, പിന്നെ നമ്മൾ മൈദപ്പൊടിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ഇങ്ങനെ സെക്യൂർ ആയ പോലെ ഇരിക്കും. പിന്നെ നമുക്ക് ഇതേ സെയിം മൈദപ്പൊടിയും വെള്ളത്തിലും ഒന്ന് ഇതേപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്കിനി എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലെക്സോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ ഏതിലാന്ന് വെച്ചാൽ നന്നായിട്ട് റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബ്രെഡ് ക്രംസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സോസേജ് റോളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഫ്രൂട്ട്സും കട്ട് ചെയ്യാൻ. ഇന്ന് ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ക്യാരമലിൻ്റെ ഒരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ചെയ്യുന്നത്.
രണ്ടാമത്തെ നോമ്പും തുറന്നു. അപ്പോൾ ഈ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോസേജ് റോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര ക്രഞ്ചിയും ക്രിസ്പിയാണ്. ബ്രെഡൊക്കെ ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഉള്ളിൽ ആ സോസേജൊക്കെ വെച്ചിട്ട് കഴിക്കാനും നല്ലതാണ്. ഇന്നത്തെ ബോണ്ട അടിപൊളിയായിരുന്നേ. സോ നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ഒരു 10:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഡിന്നർ കഴിക്കാൻ വേണ്ടി നിന്നു. സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നേ, പിന്നെ ബീഫ് ഫ്രൈയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കൂട്ടി ഡിന്നറും കഴിച്ചു. സോ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ ബൈ.